ഒരിക്കൽ കൂടി ചേർന്ന് MCA അവിടെ എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടോ UAE-യിൽ? വാർത്താ ഏജൻസി തന്നെ ഒരാൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മിസൈൽ ആക്രമണത്തിന്റെ ചീന്തുകൾ പറ്റിയത് കൊണ്ടാണ് ദേഹത്ത് പറ്റിയാണ് ഇയാൾ മരണപ്പെട്ടതെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. അബുദാബിയിൽ നിന്നാണ് ഈ ഒരാൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത ഇപ്പോൾ UAE ഔദ്യോഗിക വാർത്താ ഏജൻസി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാഖിൽ ഇതിന് നേരെയും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമണം ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പങ്കുവെക്കാനുണ്ട്. അവിടെ 2 പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടും ഇറാഖിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ശരി, ഞാൻ സുഹൈലിലേക്ക് ഒരിക്കൽ കൂടി. സുഹൈൽ, ഇപ്പോൾ ഇതിനകത്തൊരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ റോൾ എന്തായിരിക്കും? കാരണം ഒരു വലിയ രാജ്യത്തെ ആക്രമിക്കുകയാണല്ലോ, അവര് യുദ്ധം പടർത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാനുമായും നല്ല ബന്ധമുള്ള രാജ്യങ്ങൾ, അവരൊക്കെ കാഴ്ചക്കാരാണോ? റഷ്യയും ചൈനയും ഇറാന് എല്ലാവിധ സഹായവും നൽകുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിലുള്ളൊരു സഹായം നൽകാൻ പറ്റാവുന്നൊരു സാഹചര്യമല്ല. പ്രത്യക്ഷത്തിൽ ഒരു സഹായവും ഇറാന് നൽകില്ല. നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ റഷ്യയുടെയും ഇറാന്റെയും സംയുക്ത നാവികാഭ്യാസം നമ്മൾ കണ്ടതാണ്. പലതരത്തിലുള്ള സഹായങ്ങൾ, പ്രത്യേകിച്ചും സ്റ്റെൽത്ത് വിമാനങ്ങളടക്കം റഷ്യയും ചൈനയും ഇറാന് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും അടുത്തൊരു ഘട്ടത്തിൽ അത്തരം യുദ്ധവിമാനങ്ങൾ വരെ ഇറാൻ ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഇസ്രായേലിന് അമേരിക്ക പിന്തുണ നൽകുന്നത് പോലെയുള്ളൊരു സഹായം ഇറാന് റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ നൽകും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ മറ്റൊരു യുദ്ധമുഖത്താണ്. യുക്രൈൻ യുദ്ധം അവിടെയുണ്ട്. ചൈനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൈന ഏതൊരു യുദ്ധത്തിലും നേരിട്ട് അങ്ങനെ പങ്കെടുക്കുന്ന സ്വഭാവം അവർക്കില്ല. അവർക്ക് അവരുടെ വ്യാപാര താല്പര്യങ്ങൾ വളരെ പ്രധാനമാണ്. പക്ഷേ എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും പശ്ചിമേഷ്യയിൽ റഷ്യയുടെയും ചൈനയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിൽ ഏറെ നിർണായകമായ സ്വാധീനമുള്ളൊരു രാജ്യമാണ് ഇറാൻ. ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇറാന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇറാനും സൗദിയുമായി പോലുമുള്ള ബന്ധങ്ങളെ ദൃഢമാക്കുന്നതിലും ദീർഘകാലത്തെ ആ തർക്കങ്ങൾ തീർക്കുന്നതിനുമെല്ലാം മുൻകൈയെടുത്ത രാജ്യമായിരുന്നു ചൈന. അതേപോലെ വലിയ തോതിൽ റഷ്യക്ക് ഉപരോധങ്ങൾ നേരിടുമ്പോൾ ആ ഉപരോധത്തെ തകർക്കാൻ വേണ്ടി എണ്ണ വ്യാപാരത്തിലടക്കം റഷ്യ കൈകോർത്തിരുന്ന രാജ്യമായിരുന്നു ഇറാൻ. അപ്പോൾ ആ അർത്ഥത്തിലെല്ലാം തന്നെ ഇറാൻ എന്ന് പറയുന്നത് ഈ മേഖലയിൽ വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, വലിയൊരു യുദ്ധം ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യത്തിൽ റഷ്യയും ചൈനയും എങ്ങനെ ഈ യുദ്ധത്തെ സഹായിക്കും എന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ഒരുങ്ങിക്കൊണ്ടുള്ള, ഞാൻ ചോദിക്കുന്ന യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാവുന്നതിനെ കുറിച്ചല്ല, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. നമുക്കറിയാം, അമേരിക്കയോടോ ഇസ്രായേലിനോടോ പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ റഷ്യക്കോ ചൈനക്കോ നേരിട്ട് ഇടപെട്ടുകൊണ്ടൊരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നയതന്ത്ര നീക്കങ്ങൾ അത് എത്രത്തോളം ഫലപ്രദമാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെയേറെ സങ്കീർണമാണ്. കാരണം അപ്പുറത്ത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. പക്ഷേ ആ യുദ്ധം പോലും ഇതുവരെ അവസാനിച്ചിട്ടില്ല. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനും US-ഉം തമ്മിലുള്ള യുദ്ധത്തെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവിടെ പ്രധാന റോളിലേക്ക് ഒരുപക്ഷെ ഇനി വരാൻ പോകുന്നത് തുർക്കി ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുർക്കി നാറ്റോ അംഗരാജ്യമാണ്, ഇറാനുമായും നല്ല ബന്ധമുള്ള രാജ്യമാണ്. ഈ GCC രാഷ്ട്രങ്ങൾ അമേരിക്കയ്ക്ക് മുമ്പിൽ വെക്കുന്ന നിർദ്ദേശങ്ങൾ അത് അത്ര പെട്ടെന്ന് അങ്ങനെ മറക്കാനും ഡൊണാൾഡ് ട്രംപിന് സാധിക്കില്ല. കാരണം ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി തന്നെ പലതരത്തിലുള്ള ബിസിനസ് ബന്ധങ്ങൾ സൗദിയുമായും അതേപോലെ തന്നെ ഖത്തറുമായും UAE-യുമായും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം നീണ്ടുപോകരുത് എന്ന് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ആ ഒരു കോഴ്സ് മുന്നോട്ട് വെക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് തുർക്കിയാണ്. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ തീർച്ചയായും ഈ വിഷയത്തിൽ നിർണായകമായ ഒരു റോളിലേക്ക് വരും ദിവസങ്ങളിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ തന്നെ പലതരത്തിലുള്ള ഈ മിഡിൽ ഈസ്റ്റിലുള്ള പല തർക്കങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു പോയിന്റായി, ഒരു നെഗോഷിയേഷൻ പോയിന്റായി നിലനിന്നിട്ടുള്ളത് അങ്കാറയാണ്. അപ്പോൾ ആ മേഖലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യങ്ങൾ നേടണം എന്നുള്ളത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ 2025 നമ്മളിത് കണ്ടതാണ്. അവരുടെ അന്നത്തെ പ്ലാൻ തകരുകയായിരുന്നു. ഇറാനെ പെട്ടെന്നൊന്ന് അറ്റാക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാം എന്നാണ് അന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടിയത്. ഈ നിലവിലുള്ള ഭരണകൂടം തകർന്നിട്ടില്ല എങ്കിലും അവരുടെ ശേഷി പൂർണ്ണമായും ഇല്ലാതെയാക്കാനെങ്കിലും സാധിക്കുമെന്ന് 2025 അവർ കണക്ക് കൂട്ടിയതാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ സംഭവിച്ചത്. വലിയ തോതിൽ തിരിച്ചടിക്കാൻ അന്ന് ഇസ്രായേലിന് നേരെ തിരിച്ചടിക്കാൻ ഇറാന് സാധിച്ചിരുന്നു. ഇപ്പോൾ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്ക് അത് വളരെ തന്ത്രപൂർവ്വം തന്നെ ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് നീങ്ങുന്നു. എന്ത് തന്നെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ മുഴുവൻ മറികടക്കാനുള്ളൊരു ശേഷി
ഈ രണ്ട് സൈന്യത്തിനും ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക്, അതിനിടയിലുള്ള ചില സമവായ ശ്രമങ്ങളിലേക്കൊന്നും ചെവി കൊടുക്കാൻ ഡൊണാൾഡ് ട്രംപോ നെതന്യാഹുവോ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇറാനെ തീർത്തു കളയാം എന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. പക്ഷെ ആ ദിവസങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടി അനുഭവിക്കേണ്ടി വരുന്ന കെടുതി എന്തുമാത്രമായിരിക്കും എന്ന് വരുന്ന വലിയ ചോദ്യം കൂടി അവിടെ ഉണ്ട് എന്നതാണ്.